അരുവിപ്പുറമെന്ന പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തിലെ വൃന്ദാവനമെന്ന വീട്ടിലെ അച്യുതന്റെയും പാർവതിയുടെയും മൂത്ത മകളാണ് അപർണ എന്ന അപ്പു. വർണ്ണനകൾക്കപ്പുറമുള്ള സൗന്ദര്യവും ഹൃദയവിശാലയും ഉള്ളൊരു പെൺകുട്ടി. അവൾക്ക് താഴെ അഞ്ജനയെന്ന അഞ്ജുവും അമൃത എന്ന അമ്മുവും ആണുള്ളത്. അച്യുതന്റെ കൃഷിയിലൂടെയാണ് എല്ലാവരും ജീവിച്ചു പോന്നിരുന്നത്. എന്നാൽ അകാലത്തിൽ പാർവതിയുടെ മരണം അവരെല്ലാവരെയും ഒരുപോലെ തളർത്തി കളഞ്ഞിരുന്നു. അച്യുതൻ കൃഷിയിൽ വേണ്ടത്ര പരിഗണനയൊന്നും കൊടുക്കാൻ കഴിയാതെ വന്നതും അപ്പു തന്റെ പഠനം നിർത്തുവാൻ തീരുമാനിച്ചു. അത് മനസ്സിലാക്കി അച്യുതൻ തന്റെ വ്യതകളെ ഉള്ളിലൊതുക്കി കൃഷിയിലേക്ക് ഇറങ്ങി തുടങ്ങി. അത് തന്നെയായിരുന്നു അപ്പുവെന്ന പെൺകുട്ടിയുടെ ആവശ്യവും. അവൾ ഒരു പുഞ്ചിരിയോടെ തന്റെ അനിയത്തിമാരെ ചേർത്ത് നിർത്തി. പാർവതിയുടെ കുറവ് അവർക്ക് തോന്നാത്ത വിധം അവരുടെ എല്ലാ കാര്യവും അപർണ നോക്കിയിരുന്നു. ഒപ്പം തന്റെ പഠനവും. തന്റെ അമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖം അവളെ മനസ്സിലേക്ക് വന്നതും അവൾ ഉറക്കത്തിൽ നിന്നെണീറ്റു. തന്റെ അനിയത്തിമാരെ നോക്കിയതും അവർ നല്ല ഉറക്കം ആണെന്ന് കണ്ടതും അവൾ എണീറ്റു. വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടതും അവൾ പുറത്തേക്ക് നടന്നു. അച്യുതൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ അച്യുതന്റെ അടുത്തേക്ക് ചെന്നു. ഈ പാതിരാത്രിയിൽ ആരോടാ കിന്നാരം പറയണേ? ഞങ്ങളെ അമ്മയോടാണോ? മോളെന്താ ഉറങ്ങാത്തെ? ഉറങ്ങിയതാ, പക്ഷേ അമ്മയെ സ്വപ്നം കണ്ടു. എണീറ്റ് അമ്മക്കറിയാലോ, അമ്മയുടെ കെട്ടിയോൻ ഇവിടെ ഒറ്റക്ക് വന്നു അമ്മയോട് പരാതി പറയുന്നത്. അതിന് അച്യുതൻ ഒന്ന് പുഞ്ചിരിച്ചു. അഞ്ജുവും അമ്മുവും ഉറങ്ങിയോ മോളെ? മം അച്ഛാ, ഞാനൊരൂട്ടം ചോദിച്ചോട്ടെ? എന്റെ ഒരു കുഞ്ഞു സംശയമാ. മോൾക്ക് എന്നോട് എന്ത് വേണേലും ചോദിക്കാലോ. ആട്ടെ, എന്താണ് എന്റെ അപ്പുക്കിളിയുടെ സംശയം? അവളൊന്നു ആകാശത്തേക്ക് നോക്കി. അച്ഛാ, സ്വപ്നങ്ങളെല്ലാം എന്നെങ്കിലും ഒരിക്കൽ സഫലമാകുമോ? എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? അച്ഛാ, ഒരുപാട് സ്വപ്നങ്ങൾ അച്ഛന്റെ ഈ അപ്പുക്കിളിയുടെ ഉള്ളിൽ ഉണ്ടെന്നേ. ഒക്കെ ഒന്ന് സഫലമായിരുന്നെങ്കിലെന്ന് ഒരു വേള വെറുതെ ആഗ്രഹിച്ചു പോകുന്നു. ആ സ്വപ്നങ്ങൾ ഒന്നും വെറുതെ ആവില്ല മോളെ. നമ്മൾ ആ സ്വപ്നത്തെ സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ചാൽ, അതിനെ മുറുകെ പിടിക്കുകയും അതിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്താൽ ആ സ്വപ്നങ്ങൾ ഒരിക്കൽ പൂവണിയുക തന്നെ ചെയ്യും. പക്ഷേ അച്ഛാ, എന്റെ സ്വപ്നങ്ങൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിന് പരിമിതികളുമുണ്ട്. എന്താണ് മോളുടെ സ്വപ്നങ്ങളെന്ന് ഈ അച്ഛനോട് പറയാമോ? തീർച്ചയായും. ഈ ലോകത്തെ എനിക്ക് പര്യവേക്ഷണം ചെയ്യണമച്ഛാ. ഈ വയലുകൾക്കപ്പുറമുള്ള ലോകത്തെ എനിക്കും അറിയണം. അപ്പു അച്യുതന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അച്യുതൻ അവളെ തലയിൽ ഒന്ന് തലോടി. എന്റെ അപ്പുക്കിളിയുടെ സ്വപ്നം ഈ അച്ഛൻ മനസ്സിലാവും കുട്ടി. പക്ഷേ മോളെ, മോള് പറഞ്ഞതുപോലെ അതിന് ഇപ്പോൾ കുറച്ചു പരിമിതികൾ ഉണ്ടല്ലോ. അഞ്ജുവും അമ്മുവും, അവർക്കിപ്പോ ഒരമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ മോൾക്ക് കൊടുക്കാൻ സാധിക്കൂ. ഒരു വലിയ ഉത്തരവാദിത്വം എന്റെയും മോളുടെയും കയ്യിൽ നൽകിയിട്ട പാർവതി ഇവിടെ നിന്ന് പോയത്. അച്യുതൻ ഒരു വേദനയോടെ പറഞ്ഞു നിർത്തി. എനിക്കറിയാം അച്ഛാ, അമ്മയെന്നെ ഏൽപ്പിച്ചു പോയ ഉത്തരവാദിത്വം മനോഹരമായി തന്നെ ഞാൻ ചെയ്തു തീർക്കും. എങ്കിലും എന്റെ സ്വപ്നങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. എന്റെ പാർവതിയെ പോലെയാ നിന്റെയും മനസ്സ്. വെണ്മ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മോളുടെ സ്വപ്നങ്ങൾ പൂവണിയുക തന്നെ ചെയ്യും. അതിനവളും ഒന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും ഗ്രാമം വിട്ട് തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള അപർണയുടെ ആഗ്രഹം ശക്തമായി. അവളുടെ കൊച്ചുലോകത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് അവളെ കാത്തിരിക്കുന്ന എല്ലാ സാഹസികതകളും സങ്കൽപ്പിച്ച് അവൾ പലപ്പോഴും ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട് മണിക്കൂറുകളോളം ചെലവഴിക്കും. എങ്കിലും അവൾ അച്ഛന്റെയും അനിയത്തിമാരുടെയും കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു പോന്നിരുന്നു. അതിനിടയിൽ അവളെ +2 റിസൾട്ടും വന്നു. ഏറ്റവും ഉയർന്ന സ്കോറോട് കൂടി അവൾ പാസ്സായതും അച്ഛനും അനിയത്തിമാരും അവളെ പൊതിഞ്ഞു പിടിച്ചു. ചേച്ചി. അപ്പു അടുക്കളയിലെ ജോലികൾ ഒതുക്കുമ്പോഴാണ് അമ്മുവും അഞ്ജുവും അവളെ അടുത്തേക്ക് വന്നത്. എന്താ മക്കളെ, വല്ലതും വേണോ? അതല്ല ചേച്ചി, ഞങ്ങൾക്കൊരു കാര്യം ചേച്ചിയോട് പറയാനുണ്ടായിരുന്നു. അതിനെന്തിനാ ഇങ്ങനെ മുഖവുര? എന്താണെങ്കിലും പറഞ്ഞോളൂ. എത്ര കാല ചേച്ചിയുടെ സ്വപ്നങ്ങളെ എല്ലാം ഉള്ളിലൊതുക്കി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണേ. ഇപ്പോ ചേച്ചിയുടെ സ്വപ്നം പൂവണിയിക്കാനുള്ള ഒരവസരം വന്നു ചേർന്നിരിക്ക. മനഃപൂർവ്വം അത് തട്ടിക്കളയരുത്. നിങ്ങളിതെന്തൊക്കെയാ കുട്ടിയോളെ പറയണേ? ചേച്ചിക്ക് ഒന്നും മനസ്സിൽ ആവുന്നില്ല. ചേച്ചിക്ക് പുറത്ത് പോയി പഠിക്കാൻ ഒക്കെ ഒരുപാട് ആഗ്രഹമില്ലേ? ഇപ്പോ സ്കൂളിലെ ഏതോ സാർ സ്പോൺസർ ആയി പഠിപ്പിക്കെന്ന് പറഞ്ഞപ്പോ ചേച്ചിയല്ലേ അത് റിജക്റ്റ് ചെയ്തേ? ആഹാ, അതാണോ ഇത്ര വലിയ കാര്യം? എനിക്കിപ്പോ ആ സ്വപ്നത്തേക്കാൾ ഒക്കെ വലുത് നിങ്ങളുടെ കാര്യങ്ങളാ. പക്ഷേ
ഞങ്ങൾക്കത് വലിയ കാര്യവ ചേച്ചി. ചേച്ചി പോണം. പോയി പഠിച്ചു. ചേച്ചിയുടെ സ്വപ്നങ്ങൾ എല്ലാം നേടിയെടുക്കണം. അതാണ് ഞങ്ങളുടെ സന്തോഷം. അതൊന്നും വേണ്ട മക്കളെ. വേണം മോളെ. അവരെ സംസാരം ശ്രദ്ധിച്ച അച്യുതൻ അങ്ങോട്ട് കടന്നു വന്നു. അച്ഛനിതെന്തോന്നാ പറയണേ? ഇവർ ഓരോന്ന് പറഞ്ഞെന്ന് വെച്ച് അച്ഛനും കൂടി. അപ്പു, അന്ന് ഞാൻ അങ്ങനെ ഒക്കെ പറഞ്ഞത് അന്ന് പാർവതി വിട്ടുപോയ സമയത്ത് ഇവർക്ക് നിന്നെ ആവശ്യം ആയിരുന്നു മോളെ. പക്ഷേ അതിന്റെ പേരിൽ നിന്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നത് ശരിയല്ല. മോൾ പോണം. ഇവർ പറഞ്ഞ പോലെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്ക് കുട്ടി. അവരുടെ വാശിയിൽ അപ്പു പഠിക്കാനായി. ആ ഗ്രാമം വിട്ടു പോകാൻ നിർബന്ധിതയായി. ഞാൻ തിരിച്ചു വരും അച്ഛാ. പക്ഷേ ആദ്യം എനിക്ക് സ്വന്തമായി എന്ത് നേടാനാകുമെന്ന് നോക്കണം. എന്നെ വിശ്വസിക്കൂ. ഹൃദയഭാരത്തോടെ അച്യുതനും ആ രണ്ട് സഹോദരിമാരും അപർണക്ക് ഗ്രാമം വിടാൻ അനുഗ്രഹം നൽകി. നിശ്ചയദാർഢ്യവും ധീരതയും കൈമുതലാക്കി അവൾ നഗരത്തിലേക്കുള്ള യാത്ര തുടങ്ങി. നഗരത്തിൽ അപർണക്ക് നിരവധി വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വന്നു. പഠിപ്പെല്ലാം പൂർത്തീകരിച്ചെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ പാടുപെട്ടു. ഒരു ഗ്രാമീണ പെൺകുട്ടി എന്നതിന്റെ പേരിൽ വിവേചനം നേരിട്ടു. പലപ്പോഴും നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ തന്നെ നഷ്ടപ്പെട്ടതായി തോന്നി. പക്ഷേ അമ്മയുടെ പ്രോത്സാഹനവാക്കുകളും അച്ഛന്റെയും സഹോദരിമാരുടെയും കലവറയില്ലാത്ത പിന്തുണയും ഓർത്ത് അവൾ തളരാൻ തയ്യാറായില്ല. ഒരു ദിവസം നഗരത്തിലെ ഒരു ചെറിയ പുസ്തകശാലയിൽ അപർണ ഇടറി വീണു. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ നിരത്തി വച്ചിരിക്കുന്ന അലമാരയിൽ കൗതുകം തോന്നിയ അവൾ കടയുടമ ശ്രീകുമാറുമായി സംഭാഷണം തുടങ്ങി. തന്നെ എപ്പോഴും ഇവിടെ കാണാറുണ്ടല്ലോടോ. എന്താ തന്റെ പേര്? അപർണ. ആട്ടെ, തനിക്ക് വായിക്കുവാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. അതെ, വായിക്കുവാൻ മാത്രമല്ല എഴുതുവാനും എനിക്കേറെ ഇഷ്ടമാണ്. ഒരിക്കൽ എങ്കിലും അക്ഷരതാളിലൂടെ എന്നെ ഈ ലോകം അറിയണമെന്നൊരു ആഗ്രഹമുണ്ടെനിക്ക്. കുത്ത്. അപ്പു ആവേശത്തോടെ പറയുന്നത് കേട്ടതും ശ്രീകുമാർ അവളെ കൗതുകത്തോടെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപർണയുടെ വായിക്കുവാനും എഴുതുവാനുമുള്ള ആവേശത്തിൽ ആകൃഷ്ടനായ ശ്രീകുമാർ അവൾക്ക് പുസ്തകശാലയിൽ ജോലി വാഗ്ദാനം ചെയ്തു. സാഹിത്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും ലോകത്ത് സ്വയം മുഴുകാനുള്ള അവസരം നൽകിയതിന് നന്ദിയോടെ അപർണ അത് സ്വീകരിച്ചു. മാസങ്ങൾ കഴിയുന്തോറും അപർണയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവൾ ശ്രീകുമാറിന്റെ പുസ്തകശാലയുടെ അവിഭാജ്യ ഘടകമായി മാറി. അവൾ സാഹിത്യ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്റ്റോറിന്റെ വെബ്സൈറ്റിനായി അവലോകനങ്ങൾ എഴുതി. അവളുടെ ചിന്തകളും അനുഭവങ്ങളും ലോകവുമായി പങ്കിടാൻ സ്വന്തം ബ്ലോഗ് പോലും ആരംഭിച്ചു. ഒരു ദിവസം കടയിലെ ഷെൽഫുകൾ പുനഃക്രമീകരിക്കുന്നതിനിടയിൽ അപർണയുടെ പിന്നിലെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ച ഒരു പഴയ പൊടിപിടിച്ച പുസ്തകം കണ്ടു. കൗതുകത്തോടെ അവൾ അത് തുറന്നു. ഉടൻ തന്നെ നിഗൂഢതയുടെയും മാന്ത്രികതയുടെയും ലോകത്തേക്ക് ആകർഷിക്കപ്പെട്ടു. ഒരു ദിവസം കടയിലെ ഷെൽഫുകൾ പുനഃക്രമീകരിക്കുന്നതിനിടയിൽ അപർണയുടെ പിന്നിലെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ച ഒരു പഴയ പൊടിപിടിച്ച പുസ്തകം കണ്ടു. കൗതുകത്തോടെ അവൾ അത് തുറന്നു. ഉടൻ തന്നെ നിഗൂഢതയുടെയും മാന്ത്രികതയുടെയും ലോകത്തേക്ക് ആകർഷിക്കപ്പെട്ടു. മറന്നുപോയ ദേശങ്ങളുടെയും പുരാണ ജീവജാലങ്ങളുടെയും മറഞ്ഞിരിക്കുന്ന നിധികളുടെയും പുരാതന കഥകളാൽ പുസ്തകം നിറഞ്ഞു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവും ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതുമായ ഒരു അദൃശ്യ മണ്ഡലത്തെക്കുറിച്ച് അത് സംസാരിച്ചു. പക്ഷേ അത് അന്വേഷിക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രം. പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ആകൃഷ്ടയായ അപർണ അതിന്റെ താളുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങി. കാണാത്ത സ്വപ്നലോകത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്തു. എന്തും സാധ്യമാകുന്ന ഈ നിഗൂഢ മണ്ഡലത്തിലേക്ക് അവളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മറഞ്ഞിരിക്കുന്ന പോർട്ടലിനെക്കുറിച്ച് അവൾ മനസ്സിലാക്കി. ഈ പോർട്ടൽ കണ്ടെത്താനും അതിന്റെ നിഗൂഢതകൾ അൺലോക്ക് ചെയ്യാനും തീരുമാനിച്ച അപർണ പുരാതന കഥകളുടെ പിന്നിലെ സത്യം കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് പുറപ്പെട്ടു. ശ്രീകുമാറിന്റെയും നഗരത്തിലെ അവളുടെ പുതുതായി കണ്ടെത്തിയ സുഹൃത്തുക്കളുടെയും സഹായത്തോടെ അവൾ അവളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു യാത്ര ആരംഭിച്ചു. പരീക്ഷണങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും അപർണ ഒടുവിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഇടവഴിയിൽ മറഞ്ഞിരിക്കുന്ന പോർട്ടൽ കണ്ടെത്തി. ലോക ഊർജ്ജത്താൽ തിളങ്ങി. ദീർഘശ്വാസവും വിശ്വാസത്തിന്റെ കുതിപ്പുമായി അവൾ പോർട്ടലിലൂടെ ആരും കാണാത്ത സ്വപ്നലോകത്തേക്ക് കാലെടുത്തുവച്ചു. മറുവശത്ത് അപർണയെ കാത്തിരുന്നത് അവളുടെ ഭാവനക്കും അപ്പുറമായിരുന്നു. അവളുടെ സ്വപ്നങ്ങൾ ഉജ്ജ്വലമായ നിറങ്ങളിലും രൂപങ്ങളിലും സജീവമായ വിസ്മയങ്ങളുടെയും മാസ്മരികതയുടെയും ഒരു ദേശത്താണ് അവൾ സ്വയം കണ്ടെത്തിയത്. അവൾ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ജീവികളെ കണ്ടുമുട്ടി. മാന്ത്രിക വനങ്ങളും മിന്നുന്ന സമതലങ്ങളും പര്യവേക്ഷണം ചെയ്തു. വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും യഥാർത്ഥ ശക്തി കണ്ടെത്തി.
കാണാത്ത സ്വപ്നലോകത്തിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ തന്റെ യാത്ര തന്റെ ജീവിതം നിറവേറ്റാൻ മാത്രമുള്ളതല്ലെന്ന് അപർണ തിരിച്ചറിഞ്ഞു. അവളുടെ സ്വന്തം ആഗ്രഹങ്ങൾ, എന്നാൽ അവളുടെ വേരുകളോടും അവളുടെ കുടുംബത്തോടും ആഴത്തിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ്. താൻ നെഞ്ചിലേറ്റിയ കഥകളിൽ അമ്മയുടെ ആത്മാവ് കുടികൊള്ളുന്നുവെന്നും അച്ഛന്റെ സ്നേഹവും ത്യാഗവുമാണ് തന്നെ ഈ ഉണർവിന്റെ നിമിഷത്തിലേക്ക് എത്തിച്ചതെന്നും അവൾ മനസ്സിലാക്കി. ഹൃദയം നിറഞ്ഞ നന്ദിയോടെയും അനന്തമായ സാധ്യതകളിലേക്ക് തുറന്ന മനസ്സോടെയും അപർണ തന്റെ വിധിയെ അദൃശ്യമായ സ്വപ്നത്തിന്റെ സൂക്ഷിപ്പുകാരിയായി സ്വീകരിച്ചു. അവരുടെ സ്വന്തം സ്വപ്നങ്ങളുടെ മാന്ത്രികതയിലും സ്വന്തം കഴിവിന്റെ ശക്തിയിലും വിശ്വസിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് അതിന്റെ അത്ഭുതങ്ങൾ ലോകവുമായി പങ്കിടുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ നിഗൂഢതയും സാഹസികതയും ശോഭനമായ നാളെയുടെ വാഗ്ദാനവും നിറഞ്ഞ അപർണയുടെ യാത്ര തുടരുന്നു. കാണാത്ത സ്വപ്നലോകത്ത് അവൾ അവളുടെ യഥാർത്ഥ വിളി മാത്രമല്ല, അവളുടെ കുടുംബത്തിന്റെ സ്നേഹവും പിന്തുണയും കണ്ടെത്തി. ഭൂതകാലവും വർത്തമാനവും വഴിയുടെ ഓരോ ചുവടും അവളെ നയിച്ചു. മുകളിൽ നക്ഷത്രങ്ങൾ മിന്നിമറയുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണാൻ ധൈര്യപ്പെടുമ്പോൾ എന്തും സാധ്യമാണെന്നും ഏറ്റവും വലിയ സാഹസികതകൾ വരാനിരിക്കുന്നതാണെന്നും അപർണക്ക് അറിയാമായിരുന്നു. അവളുടെ മുഖത്ത് പുഞ്ചിരിയും ഹൃദയത്തിൽ ഒരു പാട്ടുമായി അവൾ കാണാത്ത സ്വപ്നലോകം അന്വേഷിക്കാൻ പുറപ്പെട്ടു.